ബ്രഹ്മജ്ഞാന തത്വങ്ങൾ ഗുരുവിനാൽ വെളിപ്പെട്ടു. ഗുരുവല്ലാതൊരുവനും തെളിയിപ്പാൻ കഴിവില്ല. ബ്രഹ്മജ്ഞാന തത്വങ്ങൾ ഗുരുവിനാൽ വെളിപ്പെട്ടു. ഗുരുവല്ലാതൊരുവനും തെളിയിപ്പാൻ കഴിവില്ല. ആദിവിത്തായതും നീ അന്ത്യത്തിൽ കൽക്കിയും നീ. ആദിവിത്തായതും നീ അന്ത്യത്തിൽ കൽക്കിയും നീ. ആദിയന്തം വരെയും അവതാരമായതും നീ. ആദിയന്തം വരെയും അവതാരമായതും നീ. ബ്രഹ്മജ്ഞാന തത്വങ്ങൾ ഗുരുവിനാൽ വെളിപ്പെട്ടു. ഗുരുവല്ലാതൊരുവനും തെളിയിപ്പാൻ കഴിവില്ല. ആദിനാഥനല്ലാതെ അവതാരമാരും. ആശ്വാസം തേടി ഞാൻ വന്നു എൻ്റെ ആത്മനാഥൻ്റെ അടുത്ത്. ആശ്വാസം തേടി ഞാൻ വന്നു എൻ്റെ ആത്മനാഥൻ്റെ അടുത്ത്. ആശ്വാസം തേടി ഞാൻ വന്നു എൻ്റെ ആത്മനാഥൻ്റെ അടുത്ത്. ആശ്വാസം നൽകണേ നാഥ, എൻ്റെ ആർത്തിയെ കാണണേ നാഥ. ആർത്തി തീർത്തെന്നെ രക്ഷിപ്പാൻ ആത്മനാഥനല്ലാതാരുമില്ലേ. ആർത്തി തീർത്തെന്നെ രക്ഷിപ്പാൻ ആത്മനാഥനല്ലാതാരുമില്ലേ. ആത്മാവിൽ വാഴണേന്നും എനിക്കാശ്വാസം നൽകണേ എന്നും. ആത്മാവിൽ വാഴണേന്നും ആശ്വാസ സ്വരൂപനാകുന്ന, ആനന്ദ സമ്പൂർണനാകുന്ന സർവശക്തി ലോകത്തിൽ പ്രത്യക്ഷമായി വന്ന് ഉന്നതമായ തൻ്റെ തിരുഹൃദയ പ്രകാശത്തെ അഥവാ സമ്പൂർണ്ണ ആനന്ദത്തെ ആത്മാക്കളിൽ സ്ഥാപിക്കുവാൻ വേണ്ടി നിയമിച്ച് പാസാക്കി നടപ്പാക്കിയ ആത്മബോധോദയ സംഘവും അതിൽ കൂടിയുള്ള ആരാധനയുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ആരാധനയിലും പങ്കെടുക്കുന്ന ആത്മമിത്രങ്ങൾ, ഹൃദയം തുറന്ന് ഇതിൽ ഇടപെടുന്നവർ അടുത്ത ഞായറാഴ്ച എത്തുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം ഒരിക്കലും നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ചിന്ത ഉള്ളിലുണ്ടാകുന്നത് അതിൻ്റെ മഹത്വം പൂർണ്ണമായ ആത്മാവ് തിരിച്ചറിയുന്നതുകൊണ്ടാണ്. ഓരോ ഹൃദയങ്ങളിലേക്കും ഈശ്വരൻ പകർന്നു നൽകുന്ന അറിവുകൾ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അതിൻ്റെ ആന്തരികമായി നിൽക്കുന്ന അനുഭൂതി വിശേഷങ്ങൾ ആത്മാവിലേക്ക് സ്വീകരിക്കപ്പെടുകയും
ആത്മാവ് ആശ്വസിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അനുഭവസ്ഥതയാണ് ഇപ്പോൾ ഈ പെരുമഴ പെയ്തുകൊണ്ടിരുന്ന സമയത്തും ഇത്രയും സന്താനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെയുള്ള ആളുകൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. കാസർഗോഡ് നിന്നും കന്യാകുമാരിയിൽ നിന്നും ആളുണ്ട്, അതിനിടയ്ക്ക് കൊണ്ടോട്ടിയിൽ നിന്നുണ്ട്, പാലക്കാട്ട് നിന്നുണ്ട്, ഓത്തുംകണ്ടത്തിൽ നിന്നുണ്ട്. ഇങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, വളരെ വിദൂരങ്ങളിൽ നിന്നൊക്കെ എന്തുകൊണ്ടാണ് ആത്മാക്കൾ ഓടിയെത്തുന്നത്? മതിവരാത്ത പരമാനന്ദം ആത്മാവിൽ ദാനം ചെയ്യുന്ന പരമഗുരു ലോകത്തിൽ ഇങ്ങനെ വാഴുന്നു എന്ന സത്യം ആത്മാവ് അറിയുന്നത് കൊണ്ടാണ്. ആ അറിവുണ്ടായി കഴിയുമ്പോൾ മതി വരുമോ കണ്ണ നിന്നുടെ കളിയാട്ടം, കളങ്കമറ്റാത്മാക്കൾ കാണുന്നു കണ്ണനെ. ഉന്നതനാകുന്ന ദൈവം തന്റെ തിരുഹൃദയം തുറന്ന് പ്രകാശിപ്പിച്ച് ഓരോ ആത്മാവിനെയും ആശ്വസിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന ഇതുപോലൊരു ആരാധന ലോകത്തിൽ മറ്റെങ്ങുമില്ല. ആരാധനകൾ അനവധിയുണ്ട്, അനേകായിരം സമ്പ്രദായങ്ങളുണ്ട്, അനേകം ഗുരുപരമ്പരകളുണ്ട്. അതിനെ ഒന്നും നിന്ദിച്ചുകൊണ്ടല്ല പറയുന്നത്, സത്യമായ ഒരു കാര്യം പറയുകയാണ്. കാരണം ആത്മാവിൻ്റെ ഗതിവിഗതികളെ തിരിച്ചറിഞ്ഞ്, ആത്മാവിൻ്റെ കേടുപാടുകളെ കണ്ടറിഞ്ഞ്, അതിനെയൊക്കെ പരിഹരിച്ച് ഉന്നതമായ ആശ്വാസത്തിലേക്ക് ആത്മാവിനെ ക്ഷണം നേരം കൊണ്ട് ഉയർത്തുവാൻ കഴിവുള്ള പരമഗുരു ശുഭാനന്ദ ഗുരുവാണ് എന്ന് സമ്മതിക്കുന്നവരൊന്ന് കൈയടിച്ചു കേട്ടാൽ. ഇതുപോലെ സുഖം തരുവാൻ ഈ ലോകത്തിൽ ഗുരുവല്ലാതാരുമില്ല. ഇതുപോലെ സുഖം ഇതുപോലെ സുഖം തരുവാൻ ഈ ലോകത്തിൽ ഗുരുവല്ലാതാരുമില്ല. സാക്ഷാൽ ഗുരുവിന് മാത്രമേ ഇപ്രകാരം ആത്മാവിനെ ആനന്ദിപ്പിക്കുവാൻ കഴിയൂ. അതാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പൂർണ്ണമായും അനുഭവമാകുവാൻ, ഇത് നഷ്ടമാകാതെ സൂക്ഷിക്കപ്പെടുവാൻ എന്തു ചെയ്യണം? നമുക്ക് വിശിഷ്ടമായ ഒരു വസ്തു വീട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? സാധാരണ പാത്രത്തിലൊന്നുമല്ല സൂക്ഷിക്കുന്നത്, അത് പ്രത്യേകമായൊരു പാത്രത്തിൽ കൊണ്ട് സൂക്ഷിക്കും, അല്ലേ? കുറച്ച് കൂടുതൽ സ്വർണം വന്നാൽ നമ്മൾ എന്തു ചെയ്യും? നല്ല വിലയുള്ള ഏതെങ്കിലും നല്ല ബാങ്കിൽ ലോക്കറിൽ കൊണ്ട് സൂക്ഷിക്കും. വീട്ടിൽ അതിന് സൗകര്യമില്ലെങ്കിൽ ഇത് ലോക്കറിൽ കൊണ്ടൊന്നും വെക്കണ്ട. പിന്നെന്ത് വേണം? പരിശുദ്ധ ഹൃദയത്തിലേ ഇത് സൂക്ഷിക്കപ്പെടുകയുള്ളൂ. ലോക്കറിനകത്ത് വെക്കാൻ പറ്റുന്നതല്ല. ഇപ്പം വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കാൻ നമ്മൾ കാണിക്കുന്ന ആ വ്യഗ്രത, വില തീരുമാനിക്കാൻ പറ്റാത്ത, ഒന്നിനെ കൊണ്ട് ഉപമിക്കാൻ പറ്റാത്ത വിശിഷ്ടമായ ഈ ആനന്ദത്തെ ആത്മനാഥൻ നിങ്ങളിലേക്ക് ദാനം ചെയ്യുമ്പോൾ ഇതിനെ സൂക്ഷിക്കുവാനുള്ള വകുപ്പ് കൂടി ഇവിടെ നിന്ന് തന്നെ ദാനം ചെയ്യുകയാണ്. എന്താണ് ആ വകുപ്പ്? നിയമം പാലിച്ചുകൊണ്ട് ജീവിക്കുക. ഈ ആരാധനയിലും ഞാൻ ഇതാ വളരെ ശക്തമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിയമത്തിൽ യാതൊരു വിധത്തിലും അഴിവ് വരാതെ, ഉപായങ്ങൾ കണ്ടുപിടിച്ച് ഗുരുവിനെ മറച്ചു പിടിച്ച് പല കാര്യങ്ങളിലേക്ക് ബന്ധിക്കാതെ സത്യമായ ജീവിതം ചെയ്യുവാൻ ഓരോരുത്തരും തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിച്ചവരൊന്നുകൂടി കൈയടിക്കാം. അപ്പോൾ സത്യം മറന്ന് ഗുരുവിനെ വഞ്ചിച്ച് ആത്മവഞ്ചന ചെയ്ത് നരകത്തിൽ പോകാതെ ഉന്നതനാകുന്ന ഗുരു അറിയിച്ച ആ അറിവുകളെ മരണക്കിടക്ക വരെയുമെൻ്റെ ഗുരുവരനുടെ തിരുകൽപ്പന പാലിച്ചു ഞാൻ ജീവിച്ചു കൊള്ളാം. അങ്ങനെ അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആനന്ദം നഷ്ടമായി പോവുകയില്ല. എപ്പോഴും ആനന്ദമാണ്. വർണ്ണിക്കും തോറും ആനന്ദം, ചിന്തിക്കും തോറും ആനന്ദം, കർമ്മിക്കും തോറും ആനന്ദം, എന്തോ എവിടെ തിരിഞ്ഞു നോക്കിയാലും ആനന്ദം. എന്താ കാരണം? നിയമം പാലിക്കുന്ന ഹൃദയത്തിൽ
ഹൃദയേശ്വരനാകുന്ന നിയമജ്ഞൻ തന്നെ എഴുന്നള്ളി വാഴുകയാണ്. അപ്പോൾ ആത്മാവിനോടൊത്ത് ആത്മനാഥൻ അങ്ങനെ ആനന്ദിക്കുകയാണ്. ആനന്ദമേ പരമാനന്ദമേ, നിയമം പാലിക്കുമ്പോൾ ആനന്ദമേ, ആനന്ദമേ ആനന്ദമേ പരമാനന്ദമേ, നിയമം പാലിക്കുമ്പോൾ ആനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, തിരുനാമം സ്തുതിക്കുമ്പോൾ ആനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, തിരുനാമം സ്തുതിക്കുമ്പോൾ ആനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, സൽക്കർമ്മം ചെയ്യുമ്പോൾ ആനന്ദമേ, ആനന്ദമേ ആനന്ദമേ പരമാനന്ദമേ, സൽക്കർമ്മം ചെയ്യുമ്പോൾ ആനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, ഗുരുവിനെ വർണ്ണിച്ചാൽ ആനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, ഗുരുവിനെ വർണ്ണിച്ചാൽ ആനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, ഗുരുവിനെ പൂജിച്ചാൽ ആനന്ദമേ, ആനന്ദമേ ആനന്ദമേ പരമാനന്ദമേ, ഗുരുവിനെ പൂജിച്ചാൽ ആനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, സത്യമാം ജീവിതം ആനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, സത്യമാം ജീവിതം ആനന്ദമേ, നിയമങ്ങളെ പാലിച്ചും നാമങ്ങളെ സ്തുതിച്ചും സൽക്കർമ്മം ചെയ്തും സത്യമായ ജീവിതം ചെയ്യുവാൻ സർവശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. അതിൽ കൂടി ആനന്ദത്തെ നിലനിർത്തുവാൻ മഹാശക്തി നിങ്ങളോട് കരുണ ചൊരിയട്ടെ. ഈ ആരാധനയിൽ കൂടി ലഭിക്കുന്ന ഈ ആനന്ദം പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് ഭവനങ്ങളിലേക്ക് പോകുവാനും നിലനിർത്തി ജീവിക്കുവാനും ഈശ്വരൻ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരമഗുരുവേ പരിശുദ്ധ ബോധമേ, അഗതികൾക്കാശ്രയം തൃപ്പാദമേ, പരമഗുരുവേ പരമഗുരുവേ പരിശുദ്ധ ബോധമേ, അഗതികൾക്കാശ്രയം തൃപ്പാദമേ, പരമഗുരുവേ ഗതിയേ ജീവനിൽ തുണയേ പരമാത്മ പാദമെന്നടിയങ്ങൾ വന്ദിക്കുന്നേ, വന്ദിക്കുന്നേ.
സൃഷ്ടിച്ചൊരുക്കിയ സർവശക്തിയുടെ തൃപ്പാദം. സർവവും സൃഷ്ടിച്ചൊരുക്കിയ സർവശക്തിയുടെ തൃപ്പാദം. സർവത്തിലും അധിവാസം ചെയ്യുന്ന സർവാന്തര്യാമിയുടെ തൃപ്പാദം. സർവത്തിലും അധിവാസം ചെയ്യുന്ന സർവാന്തര്യാമിയുടെ തൃപ്പാദം. സർവ്വതും തന്നിലേക്കായി സ്വീകരിക്കുന്ന സംഹാരരൂപനായ പരമശിവന്റെ തൃപ്പാദം. സർവവും തന്നിലേക്കായി സ്വീകരിക്കുന്ന സംഹാരരൂപനാകുന്ന പരമശിവന്റെ പൊന്നുതൃപ്പാദം. ആ മഹാതൃപ്പാദത്തിൽ ആശ്രയിച്ചാൽ സാധിക്കാത്തതൊന്നുമില്ല. ആ സർവ്വതും അടങ്ങി വാഴുന്ന തൃപ്പാദമാണ് ഗുരുവിന്റെ തൃപ്പാദം. എന്തുകൊണ്ട്? സർവ്വതും അവിടെ നിന്ന് അങ്കുരിച്ചതാണ്. തന്നിൽ നിന്നല്ലാത്തതൊന്നും ഈ പ്രപഞ്ചത്തിൽ കാണുവാനില്ല. സൂക്ഷ്മമായും സ്ഥൂലമായും കാണുന്നതെല്ലാം തന്നിൽ നിന്നുണ്ടായതാണ്. ഇത് തെളിയിക്കുവാനാണ് സൂക്ഷ്മവും സ്ഥൂലവും ചേർത്തൊരു സൃഷ്ടി പരിപൂർണാവസ്ഥയിൽ മനുഷ്യാകൃതിയിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ആ സൃഷ്ടികളിൽ പരിപൂർണാവസ്ഥ മനുഷ്യനാണുള്ളത്. അതുകൊണ്ടാണ് മനുഷ്യജന്മം ഭാഗ്യജന്മം എന്ന് പറയുന്നത്. മനുഷ്യന് താഴെയുള്ള ജന്മങ്ങളെല്ലാം അതിന്റെ വളർച്ച അനുസരിച്ച് ഉയർന്നുയർന്നുയർന്ന് അനേക കോടി ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മനുഷ്യനായി തീരുകയാണ് ചെയ്യുന്നത്. എന്നാൽ മനുഷ്യൻ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? അതാണ് മനുഷ്യന് തിരിച്ചറിയില്ലാത്തത്. എന്നാൽ ആത്മബോധോദയ സംഘാംഗങ്ങൾ സത്യം കേട്ടവർ ഗുരുമുമ്പാകെ തീരുമാനിച്ചറിയിച്ചത് എന്താണ്? ഈശ്വര ഇച്ഛകൾ ചെയ്യുവാനും ഈശ്വരനാനന്ദിച്ചിടുവാനും ഈശ്വരനു നേർച്ചയായിട്ടെന്നെ അർപ്പിച്ചതാകുന്നു സർവേശ്വര. ഏകദേശം 99% ആളുകളും അങ്ങനെ അർപ്പിച്ചവരല്ലേ? 99 എന്ന് പറയാൻ കാരണം ഇന്ന് ആദ്യമായി ആരാധനയിൽ വന്നവരുണ്ട്, രണ്ടാമത് വന്നവരുണ്ട്, മൂന്നാമത് വന്നവരുണ്ട്, ഒരു മാസം കൊണ്ട് വന്നിട്ട് സത്യം കേൾക്കാതെ ഇതിനെ അറിയുവാൻ ശ്രമിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല വിഭാഗത്തിൽ സത്യം കേൾക്കാത്തവരുള്ളത് കൊണ്ടാണ് 99% എന്ന് പറഞ്ഞത്. ഇപ്പോ നിങ്ങൾ ആത്മബോധോദയ സംഘാംഗങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ഈ തീരുമാനം ഗുരുമുമ്പാകെ വെച്ചതാണ്. സത്യം കേട്ടവരാണല്ലോ അംഗങ്ങളായി തീരുന്നത്. അംഗങ്ങളായി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ, ഒരു ഗുരുവേ ഉള്ളൂ. അതാരാണ്? സാക്ഷാൽ ശുഭാനന്ദ ദിവ്യരൂപം. ആ രൂപത്തെ കാണുക, അതിനെ കേൾക്കുക, അതിനെ അറിയുക, അതിനെ അനുഭവിക്കുക, അതിലേക്ക് ലയിക്കുക. അതാണ് മനുഷ്യജന്മത്തിന്റെ പൂർത്തീകരണം. അപ്പൊ മനുഷ്യജന്മം അനുവദിച്ചിരിക്കുന്നത് ഈശ്വര ജന്മമായി തീരുവാൻ വേണ്ടിയാണ്. പിന്നെ ഇവിടെ നിന്ന് താഴേക്ക് പോകാനല്ല. ഇവിടെ നിന്ന് താഴേക്ക് പോയാൽ പിന്നെ വീണ്ടും മൃഗങ്ങളായിട്ടും പക്ഷികളായിട്ടും സസ്യാദികളായിട്ടും എന്തിനും മണ്ണായിട്ട് പോലും പോകേണ്ടി വരും. അങ്ങനെ വരെയും പോകേണ്ടി വരും. അങ്ങനെ പോകാനല്ല. മനുഷ്യജന്മമേ നിന്റെ ജന്മ മഹാത്മ്യമോ, മനുഷ്യജന്മമേ മനുഷ്യജന്മമേ നിന്റെ ജന്മ മഹാത്മ്യമോ, പരിശോധിച്ചറിഞ്ഞു നിത്യം ജീവിച്ചിടുക. മനുഷ്യജന്മമേ നിന്റെ ജന്മ മഹാത്മ്യമോ, പരിശോധിച്ചറിഞ്ഞു നിത്യം ജീവിച്ചിടുക.
ഓ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആ മധ്യജന്മമല്ലാതൊരു ജന്മമില്ലല്ലോ. ഓ മധ്യജന്മമേ നിന്റെ ജന്മമാഹാത്മ്യമോ. ഓ മധ്യജന്മമേ നിന്റെ ജന്മമാഹാത്മ്യമോ. ഓ കണ്ടറിഞ്ഞു ആത്മാവിൽ നീ ആനന്ദിക്കുക. മധ്യജന്മമേ നിന്റെ ജന്മമാഹാത്മ്യമോ. ഓ കണ്ടറിഞ്ഞു ആത്മാവിൽ നീ ആനന്ദിക്കുക. ആനന്ദിക്കുക എന്നും ആനന്ദിക്കുക. ആനന്ദിക്കുക എന്നും ആനന്ദിക്കുക. പരമാത്മാവോടൊത്തു ചേർന്നു ആനന്ദിക്കുക. ആനന്ദിക്കുക എന്നും ആനന്ദിക്കുക. പരമാത്മാവോടൊത്തു ചേർന്നു ആനന്ദിക്കുക. ആനന്ദിക്കുക എന്നും ആനന്ദിക്കുക. പരമാത്മാവോടൊത്തു ചേർന്നു ആനന്ദിക്കുക. ആനന്ദിക്കുക എന്നും ആനന്ദിക്കുക. ആനന്ദിക്കുക എന്നും ആനന്ദിക്കുക. പരമാത്മാവോടൊത്തു ചേർന്നു ആനന്ദിക്കുക. വൈശിഷ്ട്യമേറിയ മനുഷ്യജന്മം. ഇത്ര വൈശിഷ്ട്യമേറിയ മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ പരമാത്മാവോട് ചേർന്ന് ആനന്ദിക്കുവാൻ തക്ക വിധത്തിൽ ദൈവം ഉരുവാക്കിയ ഈ മനുഷ്യജന്മം. ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ പരമാത്മാവോട് ഒത്തുചേർന്ന് ആനന്ദിക്കുവാൻ തക്കവിധം ദൈവം ഉരുവാക്കിയ മനുഷ്യൻ ഓ ഇത് നഷ്ടമാക്കി കളഞ്ഞാൽ എത്ര കഷ്ടമാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നഷ്ടമാക്കി കളഞ്ഞാൽ എത്ര കഷ്ടമാണെന്ന് നിങ്ങൾ ചിന്തിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് നഷ്ടമാക്കി കളയല്ലേ മനുജന്മം എടുത്തവർ. അതുകൊണ്ടാണ് ഭഗവാൻ കൽപ്പിച്ചത് നഷ്ടമാക്കി കളയല്ലേ മനുജന്മം എടുത്തവർ. ഇതിന്റെ മാഹാത്മ്യം അറിയാതെ പോയാൽ നഷ്ടമായി പോകും. ഇതിന്റെ മഹാത്മ്യം അറിയാതെ പോയാൽ നഷ്ടമായി പോകും. ഉന്നതമായ പരീക്ഷകളൊക്കെ എഴുതി പരീക്ഷകളൊക്കെ എഴുതി നിരാശയോടുകൂടി ജീവിച്ച് നിരാശയോടുകൂടി എന്തെങ്കിലുമൊക്കെ ദുഷ്കൃത്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുവാൻ വേണ്ടി മനസ്സൊരുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ. എന്തെങ്കിലുമൊക്കെ കൃത്യങ്ങളിലേക്ക് ഇറങ്ങി പോകുവാൻ വേണ്ടി മനസ്സൊരുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ. കാരണം നിരാശയും ദുഃഖവും ഉണ്ടാകുമ്പോൾ പലവിധത്തിലുള്ള അഹങ്കാരങ്ങൾ വർദ്ധിക്കുകയും ദുഷ്കർമ്മങ്ങളിലേക്ക് പോവുകയും ചെയ്യും. നിരാശയും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പലവിധത്തിലുള്ള അഹങ്കാരങ്ങൾ വർദ്ധിക്കുകയും ദുഷ്കർമ്മങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്യും. പുറമേ പറഞ്ഞില്ലെങ്കിലും ഈശ്വരനോട് അല്പം വിരോധവും വൈരാഗ്യവും ഒക്കെ തോന്നിക്കും. പുറമേ പറഞ്ഞില്ലെങ്കിൽ ഈശ്വരനോടൊപ്പം വൈരാഗ്യവും ദേഷ്യമൊക്കെ തോന്നിക്കും. അങ്ങനെ തോന്നിക്കുമ്പോഴാണ് ഈ മായ കവർന്നു പിടിക്കുന്നത്. അങ്ങനെ തോന്നിക്കുമ്പോഴാണ് ഈ മായ കവർന്നു പിടിക്കുന്നത്. ഈശ്വരനോട് എപ്പോൾ ആത്മാവിന് അകലമുണ്ടാകുന്നു അപ്പോൾ മായയുടെ അധിവാസം ആരംഭിക്കുകയാണ്. ഈശ്വരനോട് എപ്പോൾ ആത്മാവിന് അകലമുണ്ടാകുന്നു അപ്പോൾ മായയുടെ അധിവാസം ആരംഭിക്കുക. അങ്ങനെ മായയുടെ അധിവാസം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരമല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല. മായയുടെ അധിവാസം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരമല്ലാതെ ഒന്നും സംഭവിക്കില്ല. അഹങ്കാരം ചെയ്തു കൂട്ടിയാൽ പിന്നെ ആപത്തല്ലാതെ ഫലമൊന്നുമില്ല. അഹങ്കാരം ചെയ്തു കൂട്ടിയാൽ പിന്നെ ആപത്തല്ലാതെ ഫലമൊന്നുമില്ല. അങ്ങനെ പോകാൻ തുനിയുന്ന ഒരു ആത്മാവിന് അല്ലെങ്കിൽ ഒരു മനുഷ്യന് പോകാൻ തുനിയുന്ന ഒരു ആത്മാവിന് അല്ലെങ്കിൽ ഒരു മനുഷ്യന് പെട്ടെന്നൊരു നിർദ്ദേശം ലഭിക്കുകയാണ്. പെട്ടെന്നൊരു നിർദ്ദേശം ഇപ്രാവശ്യത്തെ പരീക്ഷയിൽ 1ാം റാങ്ക് നിനക്കാണ്. ഇപ്രാവശ്യത്തെ പരീക്ഷയിൽ 1ാം റാങ്ക് നിന്നെ ഇതാ സർക്കാർ തന്നെ ഏറ്റെടുത്ത് പുതിയ ജോലിക്ക് നിയമിച്ചിരിക്കുന്നു സർക്കാർ തന്നെ ഏറ്റെടുത്ത് പുതിയ ജോലിക്ക് എന്നൊരു അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ആളിന്റെ അവസ്ഥ എന്തായിരിക്കും? പക്ഷെ ഇതറിയാതെ ഇദ്ദേഹം എന്തെങ്കിലും അപകടത്തിൽ പോയിരുന്നെങ്കിലോ ആ ജന്മം അവിടെ നഷ്ടമാവുകയാണ്. ഈ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാൻ ആ ജന്മം ഇല്ലാതാവുകയാണ്. ഇതുപോലെ ലോകത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വം തന്നാണ് ജന്മം തന്ന് അയച്ചിരിക്കുന്നത്. നിങ്ങളെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ജോലിയുടെ മഹത്വം അറിയാതെ മുകളിലോട്ട് പലതും ചിന്തിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ആശ വർദ്ധിച്ചു കടന്നു പോകുന്നത് കൊണ്ടാണ് പലവിധത്തിലുള്ള അപരാധങ്ങളിലേക്ക് പോകുന്നത്.
പോകുന്നത്. ദൈവം എന്തെല്ലാം ജോലികളാണ് ഓരോരുത്തരിലും നിക്ഷിപ്തമാക്കിയിരിക്കുന്നത്. ദൈവം എന്തെല്ലാം ജോലികളാണ് ഓരോരുത്തരിലേക്കും നിക്ഷിപ്തമാക്കി. പുരുഷന്മാരെ സംബന്ധിച്ച് ചിന്തിച്ചാൽ അച്ഛനാണ്, പുരുഷന്മാരെ കുറിച്ച് ചിന്തിച്ചാൽ അച്ഛനാണ്, മകനാണ്, ഭർത്താവാണ്, ചെറുമകനാണ്, അമ്മാവനാണ്, മരുമകനാണ് എന്ന് വേണ്ട എന്തെല്ലാം ഉത്തരവാദിത്വങ്ങളുണ്ട് ഓരോ വ്യക്തിയും ചിന്തിക്കുമ്പോ. വേണ്ട എന്തെല്ലാം ഉത്തരവാദിത്വങ്ങളുണ്ട് ഓരോ വ്യക്തിയും. ആ ഉത്തരവാദിത്വങ്ങൾ എത്രത്തോളം കൃത്യബോധത്തോടുകൂടി പൂർത്തീകരിക്കാൻ ഒരു മർത്തിന് കഴിയുന്നുണ്ട് എന്ന് അവരവർ ചിന്തിക്കണം. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അമ്മയാണ്, മകളാണ്, മരുമകളാണ്, അമ്മാവിയാണ്, അനന്തരവളാണ്, അങ്ങനെ പല വിധത്തിലുള്ള ഉത്തരവാദിത്വങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഈ രക്ഷകർത്തൃത്വ സ്വാനം തന്നെയാണ്. കാരണം ഒരു കുഞ്ഞിനെ, ഒരു പുതിയ തലമുറയെ നമ്മൾ വാർത്തെടുക്കുമ്പോ അതിനെ ഉത്തരവാദിത്വത്തോടുകൂടി ഒരു പരിശുദ്ധമായ ഒരു വസ്തുവായി വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം രക്ഷകർത്താക്കൾക്കുണ്ട്. ആ രക്ഷകർത്താക്കൾക്കുണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കൾക്കുണ്ട്. ആ ഉത്തരവാദിത്വം എത്രത്തോളം നിർവഹിക്കുന്നു എന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. അത് നിർവഹിക്കാതെ അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഓരോന്ന് കൊണ്ടുവന്നിട്ട് കുഞ്ഞെന്തെങ്കിലും അപകടത്തിലേക്കോ അഹങ്കാരത്തിലേക്കോ പോകുമ്പോ മോനൊരാളുണ്ട് ഒരു വിധത്തിലും അനുസരിക്കത്തില്ല, പൂജാമുറി കേറത്തെ, അവനിതൊന്നും ഇഷ്ടമല്ല. ഇതൊക്കെ എന്തിനാണെന്ന് അവൻ ചോദിക്കുന്നു. എന്തുകൊണ്ട് ചോദിക്കുന്നു? എങ്ങനെ അവൻ ആ രൂപാന്തരം വന്നു? നിങ്ങൾ ഈ നിയമം പാലിച്ച് ജീവിക്കുന്ന ആളാണെങ്കിൽ എന്തുകൊണ്ട് അവനിൽ ആ രൂപാന്തരം ഉണ്ടായി? അവൻ കളിക്കാൻ ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ കളിക്കാൻ വിട്ടു. അവൻ ബഹളം കാണിച്ചപ്പോൾ അതിന് അനുകൂലമായി നമ്മൾ നിന്നു കൊടുത്തു. അവന് ശാഠ്യം പിടിച്ചപ്പോൾ അതെല്ലാം നമ്മൾ അനുസരിച്ചു കൊടുത്തു. ഒരിക്കലും അവനിൽ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ല. പലതിനും തടസ്സമുണ്ടെന്നും പലതിനും മുടക്കമുണ്ടെന്നും ചെറുപ്രായത്തിലെ അവനിലേക്ക് അറിവ് എത്തിച്ചിരുന്നുവെങ്കിൽ അവന് ഇതെല്ലാം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള ഒരു ബോധം ഉണ്ടായേനെ. മുതിർന്നവരെ ബഹുമാനിക്കാനും മുതിർന്നവരെ പരസ്പരം സ്നേഹിക്കാനും ആചാര മര്യാദകളൊക്കെ പാലിക്കുവാനും ആരാധനാക്രമങ്ങൾ പാലിക്കാനും മാതൃകയായി ജീവിക്കേണ്ടുന്നത് മാതാപിതാക്കളുടെ കടമയാണ്. ഇങ്ങനെ ഓരോ കർത്തവ്യങ്ങളെ കുറിച്ചും നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഓരോ കർത്തവ്യങ്ങളെ കുറിച്ചും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ നിസാരന്മാരാണോ നിസാരകളാണോ? ഒരിക്കലുമല്ല. മഹത്വമേറിയ മനുഷ്യജന്മം ഈ വിധത്തിലുള്ള പല കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദൈവം തന്നിരിക്കുന്നത്. ഇതിനെല്ലാം വിട്ട് ജീവിക്കുന്ന ത്യാഗജീവിതം ഉണ്ട്, അത് വേറെയാണ്. ലോകരംഗത്ത് ജീവിക്കുമ്പോൾ അതിൻ്റെതായ നിലയിലാണ് പോകേണ്ടത്. എന്നാൽ ത്യാഗിയായി ജീവിക്കുവാൻ തീരുമാനിച്ച് ആ വേഷവും ധരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇതിനൊക്കെ പോയാൽ അത് ഏറ്റവും വലിയ തെറ്റുമാണ്. അത് ഏറ്റവും വലിയ അബദ്ധമായി പോകും. കാരണം പിന്നെ അവിടെ തീരുമാനിക്കപ്പെട്ടത് എന്താണ്? ഞാൻ എന്റെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ജീവിച്ചു കൊള്ളാമെന്നാണ്. പിന്നെ ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ മക്കളെയോ ഒക്കെ സംരക്ഷിക്കാനായി ശ്രമിച്ചാൽ അബദ്ധത്തിന്റെ പുറത്ത് അബദ്ധമായിരിക്കും ആ കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ കാണുമ്പോ എന്ത് പറയും? അല്ല ബന്ധുക്കൾ കാണുമ്പോ എന്ത് പറയും? ഓ അവിടെ ഒരാളുണ്ടായിരുന്നു, അയാൾ പോയെങ്കിൽ സ്വാമിയായി, ഇപ്പൊ ആ കുടുംബം മുഴുവൻ കുട്ടിച്ചോറായി. ഇത് പറയിപ്പിക്കരുത്. അറിവിൽ കൂടി ഓരോന്നും ആലോചിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു ബുദ്ധി മനുഷ്യനുണ്ടാവണം. അവരവരിലേക്ക് നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഏത് വിധത്തിലാണെന്നും അത് എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു അറിവ് ഓരോരുത്തരിലും ഉണ്ടാകണം. ഒരു ജന്മമായി ഈശ്വരൻ നമുക്ക് ദാനം ചെയ്തിരിക്കുന്ന ഈ അവസരം അതിനെ എത്രത്തോളം സന്തോഷമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ആ വരുന്ന ദുഃഖങ്ങളെല്ലാം ഇങ്ങനെ കെട്ടിപ്പിറക്കി സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങിയാൽ അതിനെ നേരം കാണുകയുള്ളൂ.
സൂക്ഷിച്ചു വെക്കാൻ പോയാൽ അതിനെ സമയം കാണുക. ആ ദുഃഖങ്ങളൊക്കെ ഇങ്ങനെ കടന്നു വരുമ്പോ, ദുഃഖങ്ങളൊക്കെ ഇങ്ങനെ കടന്നു വരുമ്പോൾ, നമ്മൾ ഇങ്ങനെ ഒരു വെള്ളത്തിൽ കൂടി പോകുമ്പോൾ ചില സാധനങ്ങൾ എതിരെ ഒഴുകി വരുന്നത് പോലെ ഇപ്പൊ നമ്മുടെ മുഖത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടി കൈ കൊണ്ട് ഇങ്ങനെ തട്ടി അങ്ങ് വിട്ടു കഴിഞ്ഞാൽ അതങ്ങ് പൊക്കോളും. അതങ്ങ് ആ ഒഴുക്കിൽ അതങ്ങ് പൊക്കോളും. നമ്മൾ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുക. അപ്പൊ അത് കഴിയുമ്പോൾ വേറൊരു സാധനം ഇങ്ങനെ ഒഴുകി വന്നു, അതിപ്പുറത്തെ കൈ ഇങ്ങോട്ടും തട്ടി വീണ്ടും മുമ്പോട്ട് പോയി. ഇപ്പൊ ഈ വരുന്നതെല്ലാം കൂടെ ഇങ്ങനെ കൈ പിടിച്ചോണ്ട് മുന്നോട്ട് നീന്താൻ ശ്രമിച്ചാൽ എങ്ങനെ ഇരിക്കും? ആ ഞാനീ പോകുന്ന വെള്ളത്തിൽ നിന്ന് കിട്ടിയതല്ലേ, ഇതുകൂടെ എന്റെ കൂടെ ഇരിക്കട്ടെ. അങ്ങനെ രണ്ടു വശത്തും ഇങ്ങനെ വലത് വന്ന് ഇങ്ങനെ കൂട്ടി വെച്ചോണ്ട് പിന്നെ നീന്താൻ പറ്റൂ ഇയാളിന്? ആ ഒരിക്കലും പറ്റുന്ന കാര്യമല്ല. കാരണം ഈ മായാസമുദ്രത്തിലാണ് നിങ്ങളുടെ ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നത്. ശരീരമാകുന്ന തോണി, ജ്ഞാനമാകുന്ന തുഴകൾ കൊണ്ട് വളരെ കൃത്യമായി മുന്നോട്ട് നയിച്ചെങ്കിലേ ഈ ജീവിതം പൂർത്തിയാക്കാൻ പറ്റൂ. ഈ കരകാള കടലിൽ നിന്ന് വീണ്ടെടുപ്പാൻ കരുണയോടുകൂടി ഉദയമായി വന്ന കരുണാധിയുടെ തിരുവിഷ്ടങ്ങൾ ചെയ്ത് ജീവിച്ചാൽ ആ ഉന്നതമായ ഭാഗ്യം നിങ്ങൾക്ക് ഈ ലോകത്തിൽ വെച്ച് തന്നെ കരസ്ഥമാക്കാൻ പറ്റും. ആ ആനന്ദമാം കരയ്ക്കടുക്കുവാനാണ് നമ്മുടെ യാത്ര. അവിടേക്കാണ് നമ്മുടെ യാത്ര. ആ യാത്ര സുഗമവും സുതാര്യവും സുന്ദരവുമാക്കാൻ ജഗദീശ്വരനിതാ നിങ്ങൾക്ക് കൂട്ടായി ലോകത്തിൽ വന്ന് പ്രത്യക്ഷമായി വാഴുകയാണ്. ആ വാഴ്ച കണ്ടറിഞ്ഞുകൊണ്ട് അറിയിക്കുന്ന അറിവുകളെ സ്വീകരിച്ചുകൊണ്ട് ജന്മത്തിന്റെ മഹത്വത്തെ പരിശോധിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ നിഷ്കളങ്ക ഭക്തിയോടുകൂടി ജീവിതം ചെയ്താൽ ആ ആനന്ദമല്ലാതെ പിന്നെ ഒന്നും ആത്മാവിലില്ല. കാരണം ദുഃഖത്തെ ഒഴിവാക്കാൻ നമ്മൾ പരിശീലിച്ചു. തിന്മയോട് എതിർക്കാൻ നമ്മൾ പരിശീലിച്ചു. അനർത്ഥങ്ങളെ ഒഴിവാക്കാൻ നമ്മൾ പരിശീലിച്ചു. അപകടങ്ങളെ ഒഴിവാക്കാൻ നമ്മൾ പരിശീലിച്ചു. ഓ ഉന്നതമായ ആരാധനയിലൂടെ, ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ആശ്വാസവും ആനന്ദവും കരസ്ഥമാക്കാൻ നമ്മൾ പരിശീലിച്ചു. ആരാധ്യനഗതാരിൽ വസിച്ചാൽ പരമാനന്ദം അഗതാരിൽ കാണാം. ആരാധ്യനഗതാരിൽ വസിച്ചാൽ പരമാനന്ദം അഗതാരിൽ കാണാം. ആത്മാവിന്റെ അതിസുഖം കാണുവാൻ ആത്മനാഥനെ കണ്ടെത്തുകയാരും. ഈ ലോകത്തിൽ നിന്ന് അത്ഭുത വഴികളിലൂടെ ഈ സംഘത്തിലേക്ക് ചേർത്തിരിക്കുന്ന നിങ്ങൾ, ഈ ലോകത്തിൽ നിന്നും അത്ഭുത വഴികളിലൂടെ ഈ സംഘത്തിലേക്ക് ചേർത്തിരിക്കുന്ന നമ്മൾ ഒരു കാരണവശാലും ഇനി അന്വേഷിച്ചു നടക്കേണ്ട ആവശ്യമില്ല. എവിടെ ആത്മനാഥൻ, എവിടെ ഭഗവാൻ, എവിടെ എന്ന് അന്വേഷിച്ചു നടക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു കാരണവശാലും ഭഗവാൻ എവിടെ, ആത്മനാഥൻ എവിടെ എന്ന് അന്വേഷിച്ചു നടക്കേണ്ട കാര്യമുണ്ടോ? ആവട്ടെ, ഇവിടെ വന്നു ഇങ്ങനെ ആത്മാവിന്റെ ഉടമസ്ഥനെയാണ് നിങ്ങൾ കാണുന്നത് എന്ന് പരിപൂർണ ബോധ്യമുള്ളവരൊന്ന് കൈയടിച്ചു കേട്ടാൽ. ആത്മനാഥനെ കണ്ടു ഞാൻ, എൻ്റെ ആത്മാവിൽ ഞാൻ കണ്ടു. ആത്മനാഥനെ കണ്ടു, ആത്മനാഥനെ കണ്ടു, എൻ്റെ ആത്മാവിൽ ഞാൻ കണ്ടു. ആത്മനാഥനെ ആത്മനാഥനെ കണ്ടു, എൻ്റെ ആത്മാവിൽ ഞാൻ കണ്ടു. ആത്മനാഥനെ ആത്മനാഥനോടു ചേർന്നു ആനന്ദമായി വാഴുന്നു.
തേടി നടക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യണം, ഈ ആചാരാനുഷ്ഠാനങ്ങൾ വളരെ കൃത്യമായി പാലിക്കണം. എങ്കിൽ മാത്രമേ പരിപൂർണമായ അതിൻ്റെ ശോഭ, ആത്മാവിൻ്റെ ശോഭ ആത്മാവിൽ കണ്ടുകൊണ്ട് ആത്മനാഥനോട് ചേർന്ന് ആനന്ദിക്കാൻ കഴിയുള്ളൂ. ആത്മാവിന്റെ ശോഭ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോകത്തിലെ ശോഭകളൊന്നും ഒരു ശോഭയായി തോന്നുകയില്ല. നമുക്ക് കണ്ടുപരിചയമുള്ള ഒരു കാര്യം വീണ്ടും കണ്ടാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കൗതുകം തോന്നാറുണ്ടോ? ലോകത്തിൽ നിങ്ങൾ കാണുന്ന ബാഹ്യമായ നേത്രങ്ങൾ കൊണ്ട് കാണുന്ന കാഴ്ചകളെ പറ്റി ചിന്തിച്ചാൽ കണ്ടുപരിചയമുള്ള ചില കാര്യങ്ങൾ ആദ്യം കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, അത് കഴിഞ്ഞ് പിന്നെ കണ്ടപ്പോൾ വീണ്ടും അത് കണ്ടതാണല്ലോ എന്നുള്ള ഓർമ്മയിൽ ഒന്നുകൂടെ നോക്കി. ഇങ്ങനെ പലതവണ ആയി കഴിയുമ്പോൾ അതിനോടുള്ള കൗതുകം നമുക്ക് സ്വയമേ കുറയും. ഇപ്പൊ തന്നെ പല പല വീഡിയോകളും മറ്റു കാര്യങ്ങളും ഒക്കെ അനേകങ്ങൾ ലക്ഷങ്ങളൊക്കെ കാണുന്ന ചില വീഡിയോകളുണ്ടല്ലോ. ഒരാഴ്ചയോ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയും പിന്നെ ആരെങ്കിലും അത് തിരിഞ്ഞു നോക്കുമോ? പിന്നെ ആരും അത് തിരിഞ്ഞു നോക്കുന്നില്ല. ആദ്യത്തെ ആ ഒരു പ്രകമ്പനം അങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് എല്ലാവരും ലക്ഷക്കണക്കിന് ആളുകളാണ്, കോടിക്കണക്കിന് ആളുകളും കാണും. ഇതിനപ്പുറം ഇനി ഒന്നുമില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഇത് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ കോടിക്കണക്കിന് ആളുകൾ അങ്ങ് കൗതുകത്തോടെ കാണും. ഒരു മാസം കഴിയുമ്പോഴോ അതിനേക്കാൾ വലുതൊരെണ്ണം വന്നു കഴിയുമ്പോൾ ഇതങ്ങ് താഴെയാവും. ലോകത്തിലെ കാഴ്ചകളെല്ലാം അങ്ങനെയാണ്. എന്നാൽ ശോഭയേറും ബ്രഹ്മജ്ഞാനം ആത്മാവിന്റെ ശോഭ തന്നെ. ശോഭയേറും ശോഭയേറും ബ്രഹ്മജ്ഞാനം ആത്മാവിന്റെ ശോഭ തന്നെ. ആത്മപരിശുദ്ധി നൽകും, പരമാനന്ദവും നൽകും. സംബന്ധിച്ച് എത്ര പേര് കൂട്ടത്തിലുണ്ടെന്ന് കൈ ഉയർത്തിക്കണ്ട. അപ്പം ഇത്രയും മനോഹരമായി ആനന്ദകരമായി വളരെ ഓരോരുത്തർക്കും വർണ്ണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പരമാനന്ദം നിറച്ചുകൊണ്ട് താരാസ്തുതി നടത്തപ്പെട്ടു. അപ്പൊ അതിനെക്കുറിച്ച് ഓർത്തും ചിന്തിച്ചും ഒക്കെ പല ആളുകളും പല കാര്യങ്ങളും പറഞ്ഞു. ഇത്രയും നല്ല ഒരു താരാസ്തുതി പങ്കെടുത്തുള്ളൂ. ഇനി മേലെ താരാസ്തുതിക്ക് ഇരിക്കേണ്ട എന്ന് തീരുമാനിച്ച എത്ര പേരുണ്ട്? ആർക്കെങ്കിലും അങ്ങനെ ഒരു തീരുമാനമുണ്ടോ? ആ സുഖം അനുഭവിച്ചവരുടെ ആഗ്രഹം എന്താണ്? പോരാ പോരാ എന്നാണ് അല്ലേ? അടുത്ത താരാസ്തുതി ഇനി വന്നാൽ മതിയായിരുന്നു ചിന്തിക്കുന്നവർ പോലും ഇതിൽ കൂട്ടത്തിലുണ്ട്. ആനന്ദം മതിയെ, എനിക്ക് ആനന്ദം മതിയെ, 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 പാടട്ടെ പാടട്ടെ പാടാമോ? പാടണോ? പാടാം. ലോകസുഖങ്ങളെനിക്ക് വേണ്ട, ആനന്ദം മതി, എനിക്ക് ആനന്ദം മതിയേ. ലോകസുഖങ്ങളെനിക്ക് വേണ്ട, ആനന്ദം മതി, എനിക്ക് ആനന്ദം മതിയേ. ആനന്ദം മതിയേ, ആനന്ദം മതിയേ, ആനന്ദം മതിയേ, ആനന്ദം മതിയേ.
ലോക സുഖങ്ങളെ നീക്കി വേണ്ട ആനന്ദം മതിയേ ആനന്ദം മതിയേ ഇത് അനുഭവിക്കുന്നത് ആത്മാവിലാണ്. ഇത് അനുഭവിക്കുന്നത് ആത്മാവിലാണ്. ഏത്? ഏത്? ആത്മനാഥ ഈ ആനന്ദം. ആത്മനാഥം നൽകുന്ന ഈ ആനന്ദം. അപ്പൊ ഈ ആനന്ദത്തിന്റെ തിരതല്ലിൽ നമ്മൾ ഇതെല്ലാം മറന്നു പോവുകയാണ്. ആനന്ദത്തിന്റെ തിരതല്ലിൽ നമ്മൾ ഇതെല്ലാം മറന്നു ഈ ആനന്ദം എത്തിച്ചേർന്ന് നമ്മളിൽ ഇത് അനുഭവമാക്കുന്ന ആ ഉപകരണത്തെ കാണുന്ന കാര്യമാണ് ആദ്യം പറഞ്ഞത്. ആനന്ദം നമ്മൾ എത്തിച്ചേർത്ത് അതിനെ അനുഭവമാക്കുന്ന ഉപകരണത്തെ കാണുന്ന കാര്യമാണ്. ആ സൂക്ഷ്മവസ്തുവിനെ കാണുന്ന കാര്യമാണ് ഈ പറയുന്നത്. ആ സൂക്ഷ്മവസ്തുവിനെ നിരന്തരമായി ആനന്ദത്തിൽ ഇങ്ങനെ നമ്മൾ കഴിഞ്ഞുകൂടുമ്പോ നിരന്തരമായി ആനന്ദത്തിൽ നമ്മൾ ഇങ്ങനെ ആനന്ദം ആത്മാവിന്റെ ആഹാരമാണ്. ആനന്ദം ആത്മാവിന്റെ ആഹാരം. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? നമ്മൾ ഭാഗ്യാവശാൽ പറഞ്ഞ ഒന്ന് ഭൂഷണിക്കും, അല്ലേ? ഭാഗ്യവശാൽ പറഞ്ഞാൽ ഒന്ന് ഭൂഷണിക്കും. പക്ഷേ ശരിയായി പറഞ്ഞാൽ ശരിയായി ആരോഗ്യം വർദ്ധിക്കും. ആരോഗ്യം അല്ലേ? ശരിയായ ആഹാരം മിതമായ നിലയിൽ കഴിച്ചാൽ ആരോഗ്യം വർദ്ധിക്കും. ശരിയായ ആഹാരം മിതമായ നിലയിൽ കഴിച്ചാൽ ആരോഗ്യം വർദ്ധിക്കും. ഇതുപോലെ കൃത്യമായ അളവിൽ കൃത്യമായ വ്യവസ്ഥയിൽ ആത്മാവിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ഓരോരുത്തരുടെയും അർഹത അനുസരിച്ച് അല്പാൽപമായി ആനന്ദത്തെ ഭഗവാൻ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വരുമ്പോ ആത്മാവങ്ങ് വികസിക്കും. ആത്മാവിന്റെ വളർച്ച അറിവിൽ നിന്നാകുന്നു. ആത്മാവിന്റെ ഉയർച്ച സൽക്കർമ്മത്താലാകുന്നു. അറിവും സൽക്കർമ്മവും ഉള്ളവരങ്ങ് ഉന്നതർ, ഉന്നതനാ ഗുരു അവർക്കുള്ളിൽ വാസം ചെയ്യുന്നു. ആ ഉന്നത വാഴ്ച കാണുകയാണ്. പിന്നെ അപ്പോഴാണ് ആത്മാവിന്റെ സ്വരൂപത്തെ ആത്മാവ് തന്നെ കാണുന്നത്. ആത്മാവിന്റെ സ്വരൂപത്തെ ആത്മാവു കണ്ടറിഞ്ഞാൽ ആത്മാവിന്റെ സ്വരൂപത്തെ ആത്മാവു കണ്ടറിഞ്ഞാൽ ആത്മാവിനതി സുഖമോ എല്ലായ്പ്പോഴും ആനന്ദമോ ആത്മാവിന്റെ സ്വരൂപത്തെ ആത്മാവു കണ്ടറിഞ്ഞാൽ ആത്മാവിനതി സുഖം എല്ലായ്പ്പോഴും ആനന്ദമോ ആനന്ദം വർദ്ധിപ്പിക്കുന്ന അറിവുകൾ നൽകിയിടുന്ന ആനന്ദം വർദ്ധിപ്പിക്കുന്ന അറിവുകൾ നൽകിയിടുന്ന അഖിലേശ്വരനെ ഗുരുനാഥ ഈ ലോകത്തിൽ നീ വാഴണമേ. ആത്മാവിന്റെ ആനന്ദത്തെ നൽകി ഇതുകൾ ആനന്ദം നൽകിയിടുന്ന അറിവുകൾ നൽകിയിടുന്ന ആനന്ദം ആനന്ദം വർദ്ധിപ്പിക്കുന്ന അറിവുകൾ നൽകിയിടുന്ന അഖിലേശ്വരനെ ഗുരുനാഥ ഈ ലോകത്തിൽ നീ വാഴണമേ. അഖിലേശ്വരനെ ഗുരുനാഥ ഈ ലോകത്തിൽ നീ വാഴണമേ. ഇങ്ങനെ ആനന്ദം നിറഞ്ഞു നിറഞ്ഞു വരുമ്പോൾ ഈ ആത്മാവിന്റെ രൂപത്തെ ആത്മാവ് തന്നെ കണ്ടറിയും. വരുമ്പോൾ ഈ ആത്മാവിന്റെ രൂപത്തെ ആത്മാവ് തന്നെ കണ്ടറിയും. നിരന്തരമായൊരു സുഖം വന്നു ചേരുമ്പോ ഇത് എവിടുന്നാ വരുന്നതെന്ന് അന്വേഷിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നമുക്ക് ജീവിതത്തിന് ആവശ്യമുള്ള ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ കിട്ടുന്ന ചില സ്ഥലങ്ങൾ, മനുഷ്യൻ പോയി കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? അവന്റെ ആവശ്യം വെച്ച് അവൻ അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ചതാണ്.
പോയി അന്വേഷിച്ച് കണ്ടു. ഇതുപോലെ ആത്മാവ് തന്നെ ഈ ആനന്ദത്തെ അറിഞ്ഞ് ആത്മാവിനെ തന്നെ സ്വയം കാണും. ആത്മാവ് തന്നെ ഈ ആനന്ദത്തെ അറിഞ്ഞ് ആത്മാവിനെ തന്നെ സ്വയം കാണും. ആത്മാവ് തന്നെ ആത്മാവിനെ കാണും. അതാണ് ആത്മബോധം എന്ന് പറയുന്നത്. ആ ആത്മബോധത്തിലേക്കാണ് ഭഗവാൻ ഈ ആത്മാക്കളെല്ലാം നയിക്കുന്നത്. അത് കൃത്യമായി ഒന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോകത്തിൽ ഒന്നും ഒരു സുഖ സൗഭാഗ്യങ്ങളും അന്വേഷിച്ച് നടക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ജീവിതം വേണ്ട എന്നാണോ? ജീവിക്കാൻ വേണ്ടുന്നതൊക്കെ നമ്മൾ അന്വേഷിക്കുകയും കണ്ടുപിടിക്കുകയും വേണം. പക്ഷെ അതിൽ ഭ്രമിച്ചു പോകരുത് എന്നാണ്. ഈ ഭ്രമം ഉണ്ടായാലാണ് അപകടം ഉണ്ടാകുന്നത്. 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്ന് പറയുന്നത് പോലെ അങ്ങനെ വർദ്ധിതമായ ആഗ്രഹങ്ങൾ ഉണ്ടായാൽ അത് നാശത്തിലേക്ക് കൊണ്ടുവന്നെത്തി. ആവശ്യമുള്ളതൊക്കെ നമ്മൾ നേടിയെടുക്കണം. അതൊക്കെ സൂക്ഷിച്ചുപയോഗിക്കണം. മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കണം. മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ മിക്കവാറും ഡോക്ടർമാർ രോഗികളോട് പറയാറുണ്ട്, കൂടുതൽ ആളുകൾക്ക് ഇപ്പം ഡയബറ്റിക് പേഷ്യന്റുകളാണല്ലോ. അപ്പൊ അവരോട് ഡോക്ടർമാർ പറയുന്നത് എന്താണ്? പകുതി ആപ്പിളെ കഴിക്കാവൂ, പകുതി ഓറഞ്ചേ കഴിക്കാവൂ. എല്ലാത്തിന്റെയും പകുതിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്തിനാ ഈ പകുതി പറയുന്നത്? ഒരു ചെറിയ ആപ്പിളം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പോരെ. അപ്പൊ ഈ പകുതി എന്ന് പറയുമ്പോൾ പകുത്തു എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ തത്വം അതാണ്. ഡോക്ടർമാർ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. പകുത്തു കൊടുത്തിട്ട് കഴിക്കാൻ ശീലിച്ചാൽ ഒരു രോഗം ആർക്കും വരികയില്ല. ഇത് അങ്ങനെയല്ലല്ലോ. ആരുടെയെങ്കിലും ഒക്കെ കിട്ടിയാലും അങ്ങ് അമക്കി വെച്ചിട്ട് തന്നെത്താൻ ഇരുന്ന് കഴിക്കുന്ന ശീലമാണ്. എന്ന് പറഞ്ഞാൽ ധിക്കരിച്ച് കയറി എടുക്കുക, എന്നിട്ട് അങ്ങ് സൂക്ഷിച്ചു വെക്കുക, അവരവരുടെ മെടുക്കായിട്ട് കരുതുക, അങ്ങ് തിന്നോളുക, രോഗിയായിക്കോളുക. അതല്ല വേണ്ടത്. മറ്റുള്ളവരെ കൂടി കരുതി പരസ്പരാശ്രയ ലോകമാണെന്നുള്ള ബോധത്തോടുകൂടി ജീവിതം ചെയ്താൽ ഒരു ദുഃഖവും ആർക്കും ഉണ്ടാവുകയില്ല. അങ്ങനെ ദുഃഖമില്ലാതെ ജീവിക്കുവാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മഹത്വമേറിയ ഈ മനുഷ്യജന്മത്തിന്റെ മഹാത്മ്യം ഒരു നിമിഷം പോലും മറന്നു പോകാതെ ഈശ്വരനായി തീരാനുള്ളതാണ് എന്റെ ജന്മമെന്നുള്ള ഓർമ്മയോടുകൂടി. അപ്പോ ഭക്തകൾ വിചാരിക്കും, അപ്പൊ പുരുഷന്മാര് മാത്രം ഈശ്വരനായി ഞങ്ങൾ എന്തോ ചെയ്യും? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. ആത്മാവിന് സ്ത്രീ പുരുഷമില്ല വ്യത്യാസമില്ലാത്തതുപോലെ ഈശ്വരനും സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. അത് ഏത് ലിംഗത്തിൽ ജീവിക്കുന്നവർക്കും അവിടേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെ ആയിത്തീരാൻ വേണ്ടി നിങ്ങൾ ജീവിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, നിയമങ്ങളെ പാലിക്കുക. നിയമജ്ഞനാകുന്ന ദൈവം നിങ്ങളിൽ കൂടി ഉന്നത വാഴ്ച നടത്തുമാറാകട്ടെ. ഈ ഉന്നതമാകുന്ന ഈ സത്യാദർശം അതിന്റെ എല്ലാ പ്രാധാന്യത്തോടും കൂടി എല്ലാ ചൈതന്യത്തോടും കൂടി ലോകരംഗത്തേക്ക് പ്രകാശിപ്പിക്കുവാനുള്ള ഉത്തമ ഉപകരണങ്ങളായി തീരുവാൻ മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നമ്മുടെ ഇവിടെ സംസാരിച്ചവർ പറഞ്ഞതുപോലെ ഈ ആദർശത്തെ ആരുടെ മുന്നിലും അവതരിപ്പിക്കുവാനുള്ള ഒരു ധൈര്യം ഓരോരുത്തരിലും ഉണ്ടാവണം. വേണ്ട വിധത്തിൽ ഇതിനെ അറിഞ്ഞെങ്കിലേ അങ്ങനെ അവതരിപ്പിക്കാനുള്ള ധൈര്യം ഉണ്ടാവുകയുള്ളൂ. ഈ വേദിയിലേക്ക് ചില ആളുകൾ പ്രസംഗിക്കാൻ വരുമ്പോ വല്ലാതെ വിറയ്ക്കുകയും കണ്ടമിടറുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എനിക്കിതിനുള്ള അറിവില്ല എന്ന ചിന്ത ഉള്ളിലുള്ളത് കൊണ്ടാണ്. എന്നാൽ എന്റെ ഭഗവാൻ എന്നെ നിയോഗിക്കുന്നു, ഭഗവാൻ എന്നിൽ കൂടി പ്രവർത്തിക്കും, അതിനുള്ള ശബ്ദം എനിക്ക് ലഭിക്കുമെന്ന ഉറപ്പും വിശ്വാസവും ഉണ്ടെങ്കിൽ ഒരിക്കലും കണ്ടമിടറുകയില്ല, വിറയൽ ഉണ്ടാവുകയില്ല. അപ്പോ ഉന്നതനാകുന്ന ദൈവം അവതരിപ്പിച്ചിരിക്കുന്ന ഈ ആദർശത്തെ പരിപൂർണ
പരിപൂർണമായും ആത്മാവിൽ ബോധ്യപ്പെട്ടുകൊണ്ട് പരന്മാരിലേക്ക് ഇത് പ്രകാശിപ്പിക്കുവാൻ തക്ക വിധം നിങ്ങളെ ഓരോരുത്തരെയും ഈശ്വരൻ ഒരുക്കുമാറാകട്ടെ. സൽബുദ്ധികളായി വളരുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അവരവരുടെ ഇഷ്ടങ്ങൾ പൂർത്തീകരിക്കുന്നതിലല്ല, ദൈവ ഇഷ്ടം നമ്മളിൽ കൂടി പൂർത്തീകരിക്കുന്നതാണ് പൂർണ്ണത. അങ്ങനെ പൂർത്തീകരിച്ച് പൂർണ്ണജന്മങ്ങളായി പൂരനക്ഷത്രമായി തീരുവാൻ സർവശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതനാകുന്ന കരുണാനിധി ഈ കലിയുഗത്തിൽ അവതാരമായി വന്നപ്പോൾ മർത്യജന്മങ്ങളോട് കാട്ടിയ ഏറ്റവും വലിയ കാരുണ്യമാണ് ശരീരമാറ്റം എന്ന നിയമം. പല വിധത്തിൽ പല ആളുകൾ വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഇപ്രകാരം തിരിച്ചു വരികയും പ്രവർത്തിക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ആത്മബോധോദയ സംഘം ഈ വിധത്തിൽ ലോകത്തിൽ കാണുമായിരുന്നു. ഒരു പ്രകാരത്തിലും കാണുകയില്ലായിരുന്നു. എന്നെ ലോകം അറിയുകയില്ലായിരുന്നു. എന്നെ അറിയിക്കുവാൻ, എന്നെ ലോകരംഗത്തേക്ക് പ്രകാശിപ്പിക്കുവാൻ ഞാൻ തന്നെയാണ് തിരിച്ചു വന്ന് പ്രവർത്തിക്കുന്നത്. അപ്രകാരം ആദ്യമായി തിരിച്ചെഴുന്നള്ളി വരുവാൻ ആദ്യമായി സ്വീകരിച്ച ഉത്രാട നക്ഷത്രം, അതിന്റെ 102ാമത് ജന്മദിനമാണ് ആഗസ്റ്റ് മാസം 2-ാം തീയതി നമ്മൾ ആഘോഷിക്കുന്നത്. ഉന്നതമായ നിലയിൽ അതിനെ ആഘോഷിക്കുവാൻ കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങളെല്ലാം അറിയിച്ചു. ജന്മനക്ഷത്ര ഘോഷയാത്ര, സമൂഹാരാധന, സമൂഹ സദ്യ, പൊതുസമ്മേളനം, പ്രകാശയാത്ര, സേവ, കഥകളി, എല്ലാ പരിപാടികളും ഒന്നിനൊന്നുപരിയായ നിലയിൽ നടത്തപ്പെടുവാൻ നിങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചുകൊള്ളുക. ഒരുങ്ങിക്കൊള്ളുക. ജന്മനക്ഷത്രം ആഘോഷിക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. മഹാശക്തി നിങ്ങളെല്ലാം ഇവിടെ എത്തിക്കുമാറാകട്ടെ. ഉന്നതമായ എല്ലാ കർമ്മങ്ങളും നടത്തപ്പെടുമാറാകട്ടെ. അതുപോലെ മഹാസമാധിനാചരണവും ഭക്തിനിർഭരമായ നിലയിൽ നടത്തപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ ധാരാസ്തുതിയും വരുന്നുണ്ട്. എല്ലാം ഒന്നിനൊന്നുപരിയായ എല്ലാം നടത്തപ്പെടുവാൻ മഹാശക്തിയുടെ അകമഴിഞ്ഞ കാരുണ്യം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ പൂഞ്ഞാർ ശാഖാശ്രമത്തിന്റെ വാർഷികമായിരുന്നു. അവിടെ പോയി കണ്ടിട്ടുള്ളവർക്ക് അറിയാം, വളരെ ഇടുക്കവും ഞെരുക്കവും ഉള്ള ഒരു അവസ്ഥയാണ്. നേരെ ഒരു വഴി പോലും സത്യത്തിൽ അവിടെ ഇല്ല. അന്നത്തെ കാലത്ത് ആ സാധുക്കളുടെ ആഗ്രഹപ്രകാരം അവിടെ അങ്ങ് സ്ഥാപിച്ചു കൊടുത്തതാണ്. ഇപ്പോഴും വളരെ സാധുക്കൾ കുറച്ച് ആളുകൾ മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷേ ഇന്നലെ അവിടെ നടന്ന പരിപാടികൾ കണ്ടാൽ വലിയ ധനാഢ്യന്മാരാരോ വന്ന് രാജതുല്യമായ ഓരോന്നും നടത്തുന്നു എന്ന് തോന്നിപ്പിക്കത്തക്ക വിധമാണ് എല്ലാം ഒരുക്കി നടത്തപ്പെട്ടത്. അത് ഈശ്വരന്റെ മഹത്വമാണ്. അവിടെ പോയി പങ്കെടുത്തവർക്കെല്ലാം അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രകൃതിയും നമുക്ക് തുണയായി നിന്നു. ഉന്നതമായ എല്ലാം നടത്തപ്പെട്ടു. മനോഹരമായ ഒരു സ്ഥാപനം ഉണ്ടാകുവാനും യഥേഷ്ടം ആത്മലോകത്തിന് സഞ്ചരിക്കുവാനുള്ള ഇടവരുവാനും എല്ലാം മഹാശക്തി അനുവദിച്ച് ദാനം ചെയ്യട്ടെ. അതിനുവേണ്ടി പ്രവർത്തിച്ചവരെയും പ്രവർത്തിപ്പിച്ചവരെയും എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ എല്ലാ കർമ്മങ്ങളും മഹത്തരമായി നടത്തുവാൻ മഹാശക്തിയുടെ കാരുണ്യം ഉണ്ടാകട്ടെ. അതുപോലെ നമ്മുടെ മഹാഗോപുരത്തിന്റെ പണിയത പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വേഗം പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടന കർമ്മം നടത്തി കാണുവാൻ നിങ്ങളെല്ലാം അതിയായി ആഗ്രഹിക്കുന്നു. മഹാശക്തി അത് സ്വീകരിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കട്ടെ. സങ്കല്പങ്ങളെ സ്വീകരിക്കട്ടെ. ഏറ്റവും വേഗം പൂർത്തീകരിക്കട്ടെ. ഉന്നതനാകുന്ന ദൈവത്തിന്റെ കാരുണ്യത്തിൽ കൂടി ഈ മഹാനിശ്ചയത്തെ പൂർത്തീകരിക്കുവാൻ വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്ന നിയോഗിനിയായ ആത്മദൈവത്തെ ആയുരാരോഗ്യത്തോടുകൂടി എന്നാളും കരുതണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ രാജഗോപാലിനെയും കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും ഓമന മിത്രങ്ങളെ എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാം വീണ്ടും ഞാനിതാ ദർശിക്കുകയാണ്. നേർച്ച കാഴ്ചകളെല്ലാം ഇതാ സ്വീകരിച്ചിരിക്കുന്നു. എല്ലാ നന്മകളും ഈശ്വരൻ നിങ്ങൾക്കായി ദാനം ചെയ്യട്ടെ.
വീണ്ടും വന്ന് കാണും വരെ ആനന്ദം നിലനിൽക്കട്ടെ. മഹാശക്തി നിങ്ങൾക്കായി ലോകത്തിൽ വാഴട്ടെ. പ്രത്യക്ഷമായി നീ ആദർശം ലോകവ്യാപകമായി വളർത്തട്ടെ. വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന കർമ്മങ്ങളിലും ആ തിരുവെഴുന്നള്ളത്തുണ്ടാവട്ടെ. എല്ലാ മിത്രങ്ങളും ഉത്രാടത്തിന് വന്നു ചേരുവാൻ തക്ക വിധം എല്ലാം ഒരുക്കപ്പെടട്ടെ. പ്രത്യക്ഷമായി വാഴട്ടെ, പ്രത്യക്ഷമായി വാഴട്ടെ, പ്രത്യക്ഷമായി വാഴട്ടെ. ആനന്ദരൂപന്റെ വാഴ്ച എന്റെ ആത്മാവിൽ കാണുന്നു നിത്യവും. 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 ദേഹസുഖങ്ങൾ മറന്നു അങ്ങേ ആനന്ദത്തിൽ ഞാൻ ലയിച്ചു. ദേഹസുഖങ്ങൾ മറന്നു അങ്ങേ ആനന്ദത്തിൽ ഞാൻ ലയിച്ചു. മൽപ്രാണനാഥ ഗുരുവേ എന്നിൽ മാറാതെ വാഴണേ നിത്യവും. മൽപ്രാണനാഥ ഗുരുവേ എന്നിൽ മാറാതെ വാഴണേ നിത്യവും. മാറാത്ത ആനന്ദമെന്നിൽ നിത്യം ഗാനമായി നൽകണേ നാഥ. മൽപ്രാണനാഥ ഗുരുവേ എന്നിൽ മാറാതെ വാഴണേ നിത്യവും. മാറാത്ത ആനന്ദമെന്നിൽ നിത്യം ഗാനമായി നൽകണേ നാഥ. മാറാത്ത ആനന്ദമെന്നിൽ നിത്യം ഗാനമായി നൽകണേ നാഥ. മാറാത്ത ആനന്ദമെന്നിൽ നിത്യം ഗാനമായി നൽകണേ നാഥ. ആനന്ദരൂപ ഗുരുവേ എന്നിൽ ആനന്ദമാണണേ നിത്യവും. ആനന്ദരൂപ ഗുരുവേ എന്നിൽ ആനന്ദമാണണേ നിത്യവും. ആനന്ദരൂപ ഗുരുവേ എന്നിൽ ആനന്ദമാണണേ നിത്യവും. ദുഃഖങ്ങളെല്ലാം അകറ്റി എന്നിൽ നൃത്തമാടിയിടണേ നാഥ. ദുഃഖങ്ങളെല്ലാം അകറ്റി എന്നിൽ നൃത്തമാടിയിടണേ നാഥ. ദുഃഖങ്ങളെല്ലാം അകറ്റി എന്നിൽ നൃത്തമാടിയിടണേ നാഥ. ദുഃഖങ്ങളെല്ലാം അകറ്റി
യേശു